പ്രഗ്നൻ്റ് ആവുന്ന നിമിഷം തൊട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന ഉപദേശങ്ങളുണ്ടല്ലോ, അങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ മിക്സ്ഡ് അഡ്വൈസസിനെ നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുക? ഇപ്പോൾ പ്രഗ്നൻസിയിൽ കപ്പിൾസ് നേരിടുന്ന വലിയ പ്രശ്നം തന്നെയാണ് ഈ മിക്സഡ് അഡ്വൈസസ് എന്ന് പറയുന്നത്. അത് പ്രഗ്നൻസിക്ക് മാത്രമല്ല, ഇപ്പോൾ കല്യാണം കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയാലോ അല്ലെങ്കിൽ ജോലി കിട്ടാത്തവരിലൊക്കെ ഈ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് ഈ ഒരു എല്ലാ സ്റ്റേജസിലും ഉണ്ടാവും. പിന്നെ പ്രഗ്നൻസിയിൽ ഇതൊരു വലിയ ഇഷ്യൂ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ ടൈമിൽ നമുക്ക് എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലായിരിക്കില്ല. ഇതിൽ ശരിയും തെറ്റും എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ പലപ്പോഴും നമ്മുടെ ഡോക്ടർ നമ്മളോട് വേണ്ടാന്ന് പറഞ്ഞ കാര്യങ്ങളായിരിക്കും നമ്മുടെ ചുറ്റുമുള്ളവർ ഇന്ന് ചെയ്യാൻ കമ്പൽ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്കൊരു സ്ട്രെസ്സായിട്ട് വരും. അപ്പോൾ പറയുന്ന ആൾക്കാർ നമുക്ക് വളരെ ക്ലോസ് ആണെങ്കിൽ നമുക്ക് നോ പറയാൻ പറ്റില്ല. ആ ഒരു സ്ട്രെസ്സ് അവരോട് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നീടുള്ള പല കാര്യങ്ങളിലും അത് റിഫ്ലക്റ്റ് ആവും. അപ്പം ഈ ഒരു സമയത്തൊക്കെ നമുക്ക് സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നതിന് മറ്റൊന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടാണ്. അപ്പോൾ ചിലപ്പം നമുക്ക് പലപ്പോഴും നോ പറയേണ്ട സിറ്റുവേഷനിൽ നമുക്ക് നമ്മളെക്കാളും ബെറ്ററായിട്ട് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കാം. അപ്പം അതൊരു ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിനുള്ളൊരു രണ്ടാമതൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പോൾ നമ്മളതൊരു അഡ്വൈസിന് വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരുടെ അഡ്വൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമുക്ക് വരുന്ന ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടറോട് തന്നെ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. അതല്ല മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ബാക്കിയുള്ളവർ പറയുന്നതിലേക്ക് ഫോക്കസ് കൊടുക്കേണ്ട കാര്യമില്ല.